ഇന്ന് നമ്മൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വെള്ള കാരിയപ്പം ഒന്ന് ഉണ്ടാക്കിയാലോ. നമ്മുടെ കണ്ണൂരൊക്കെ വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറില്ലേ? കാരിയപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പം നമ്മൾ മധുരമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാറില്ലേ വിഷുവിന്? അതുപോലെ തന്നെ മധുരമില്ലാത്ത വെള്ള ഉണ്ണിയപ്പം, അതാണ് കാരിയപ്പം. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് അരി വേണം, ഉഴുന്ന് വേണം. അപ്പോൾ അതായത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി, ഇത് രണ്ട് നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ഉഴുന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നല്ലതുപോലെ കുതിർത്തൊരു 3 മണിക്കൂർ സമയം ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ 3 മണിക്കൂറായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടും ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അതായത് ഈ ഒരു കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയത്, അതായത് 1 കപ്പ് അരി, 3/4 കപ്പ് ഉഴുന്ന്, പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനൊന്ന് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അതിൻ്റെ വെള്ളം ഞാൻ ചേർത്തതെന്ന്. ഏതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. മിക്സിയിൽ അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കാം. ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാകത്തിന് തന്നെ അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ വെള്ളം അധികം കൂടരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വെള്ളം അധികം കൂടിക്കഴിഞ്ഞാൽ ഈ അപ്പത്തിന് നല്ലോണം എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് വെള്ളം അധികം കൂടരുതെന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളം അധികം കൂടിയാൽ ഇത് നന്നായിട്ട് എടുത്താൽ കിട്ടത്തില്ല. അപ്പോൾ നോക്കിയേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ശരിക്കും വേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. സവാള ഒരു കഷ്ണം സവാള, ഒരു ചെറിയൊരു മുറി മതിയാകും. ഇതുപോലെ ഒരു മുറി മതിയാകും. അത് നമുക്ക് മുറിക്കാം കേട്ടോ. അത് മുറിച്ചിട്ട് ഇത് ചെറുതായിട്ട് മുറിച്ചാൽ മതി. ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും ഇതേപോലെ നടുക്കേ കീറിയിട്ട് എരിവ് വേണമെന്നുള്ളവർ അങ്ങനെ തന്നെ മുറിച്ചിടാം. അല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ നടുക്ക് ആ സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മുറിച്ച് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി നുറുക്കി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ടൊക്കെ ഈ വിഷുവിനെ ആക്കുമ്പോൾ വെറും അരിയും ഉഴുന്നും തേങ്ങയും അതിൻ്റെ കൂടെ എള്ളും കൂടെ ചേർത്ത് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാനൊന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ചേർക്കണ്ട. തേങ്ങയും ഉഴുന്നും അരിയും കൂടെ അരച്ച് അതിൽ ഇത്തിരി എള്ളും കൂടെ ചേർത്ത് അങ്ങനെ ആക്കിയാലും മതി. പിന്നെ അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതെടുക്കുക. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ്. എള്ളും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന് സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമില്ലേ, ആ പാത്രം തന്നെ എടുക്കേണ്ടത്. അപ്പോൾ ആ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് കത്തിക്കുക. എന്നിട്ട് നല്ലവണ്ണം ചൂടാകുമ്പോൾ
നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് മനസ്സിലാവുമല്ലോ, എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ കുഴിയിലായിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഓരോ കുഴിയിലായിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ചെറിയ ഓരോരോ കുഴിയിൽ കുറേശ്ശെ ആയിട്ട് എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കുഴിയിൽ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കുമ്പം തന്നെ ഇതിങ്ങനെ മറിഞ്ഞ് വരുന്നത് കാണാം. ഇങ്ങനെ ഇതിൽ തന്നെ തനിയെ വിട്ടിങ്ങനെ മറിഞ്ഞ് വരുന്നത് തന്നെ മറിഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ലാത്തത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ടൊന്ന് വാങ്ങാനുള്ള സമയമായി. ഏതാണ്ടൊരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നു. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. നമുക്കിതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളക്കാര റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെ ആക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേട്ടോ. ഈ വെള്ളക്കാര വളരെ എളുപ്പമല്ലേ. ഉഴുന്ന അരിയും കുതിർത്താൽ മതി, തേങ്ങ അരച്ച് പെട്ടെന്നാക്കാമല്ലോ നമുക്ക്. ഈ ഒരു പാത്രം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.